മോളെ മോളെ എന്തുറക്കാ മോളെ ഇത്? എനിക്ക് ഞാൻ അവിടെ ഇല്ല വെച്ചിട്ട് നീ ഇപ്പൊ അങ്ങോട്ട് വരുന്നേ ഇല്ലല്ലോ. എനിക്ക് മോളെ മോളെ ഇക്ക, ഞാൻ 2 ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ. എന്താന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങറ്. ഇന്ന് രാവിലെ ഉമ്മ സ്വപ്നം കാണുകയും ചെയ്തു. കുറെ ഇല്ല അങ്ങോട്ടൊക്കെ പോയിട്ട്. ഉമ്മ ഉള്ളപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടായിരുന്നല്ലേ. ഉമ്മാനെ സ്വപ്നം കണ്ടോണ്ടാ തോന്നുന്നു മനസ്സ് വല്ലാത്തൊരു വിഷമം. ഞാൻ 2 ദിവസം അവിടെ പോയി നിന്നിട്ട് വരട്ടെ. എന്തിനാ നീ ഇപ്പൊ പോവാൻ നിക്കണത്? നിന്റെ ആങ്ങളുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? പോരാത്തതിന് നല്ല നാത്തൂനും. പിന്നെ നിന്റെ ഉമ്മ ഉള്ളപ്പോ പോണ പോലെയാണോ ഇപ്പൊ പോണത്? എന്റെ അഭിപ്രായം നീ പോണ്ട എന്നുള്ളതാണ്. ശരി, അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയിക്കോ. എന്തായാലും ഞാനില്ല അങ്ങോട്ട്. പിന്നെ നീ ഒറ്റയ്ക്ക് പോയില്ല അങ്ങോട്ട്? ഞാൻ കൊണ്ടാക്കി തരണോ? ഇല്ല വേണ്ട, ഞാൻ പോയിക്കോളാം. എന്നാ ശരി, എന്തായാലും പോയിട്ട് 2 ദിവസം നിന്നിട്ട് പോര്. ആ എന്നാ ശരി, ഇന്ന് ഞാൻ പോയിട്ട് റെഡി ആവട്ടെ, എന്നിട്ട് 2 ദിവസം നിന്നിട്ട് വരാം. ആ ഇക്ക, അത് ശരി, നിങ്ങളിവിടെ ഫോൺ വിളിച്ചിരിക്കാണോ? നിങ്ങൾ തറവാട്ടി വീട്ടിക്ക് പോകണ്ടോ? അവിടെ പോയിട്ട് ആ തേങ്ങ എടുക്കാൻ നോക്ക്. ഞാൻ പോവാൻ വേണ്ടി നിൽക്കുന്നേന്. അവിടെ ആ വാടകക്കാരൻ ആ തേങ്ങ എപ്പോഴും എടുക്കും. തേങ്ങ വീടാൻ തുടങ്ങിയേക്കോളൂ, നമുക്ക് എണ്ണ ആട്ടാനോടും കിട്ടില്ല. നിങ്ങൾ വേഗം പോവാൻ നോക്കുക എടുക്കാൻ. പോണം, കുറച്ച് കഴിഞ്ഞിട്ട് പോവാച്ചിട്ടാ. അല്ല അങ്ങോട്ട് നോക്കിയേ, നിങ്ങളുടെ പെങ്ങള് വരുന്നുണ്ടല്ലോ. ബാഗൊക്കെ കണ്ടു കഴിയില്ല. അപ്പൊ എന്തായാലും ഇവിടെ നിക്കാനുള്ള പുറപ്പാടിലാണ് വന്നേക്കണേ. 2 ദിവസം എന്തായാലും അവിടെ നിൽക്കണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തറവാട് വീട് വാടക കൊടുത്താലും അവരോട് പറയണ്ട. പിന്നെ അഥവാ എങ്ങാനും അബദ്ധത്തിൽ പറയാൻ വന്നാൽ 10,000 രൂപയ്ക്കാണ് കൊടുത്തോന്നും പറയരുത് കേട്ടോ. 2,000-3,000 രൂപയ്ക്കാണ് പറഞ്ഞാൽ മതി. മനസ്സിലായോ? കാരണം പിന്നെ നമുക്കൊന്നും കിട്ടാൻ പോകില്ല, അതിന്റെ പകുതി അവൾക്ക് കൊടുക്കണ്ട. ഞാനൊന്നും പറയാൻ നിൽക്കണില്ല അവളോട്. അവള് കല്യാണം കഴിച്ചു പോകുമ്പോഴേ വാപ്പ ഒരുപാട് സ്വർണം കൊടുത്തിട്ട് കെട്ടിച്ചു വിട്ടതാ. അത് കൂടാണ്ട് ഉമ്മാന്റെ വക പ്രസവത്തിനും അതിനായിട്ട് ഒരുപാട് സ്വർണം ഇതൊക്കെ ആയിട്ട് കൊടുത്താ. എനിക്ക് എന്താ വന്നിരിക്കുന്നത്? പിന്നെ അങ്ങനെ ഞാൻ വാടകയുടെ കാശ് ഞാൻ കൊടുക്കുവോ? കൊടുക്കണ്ട. അതിനിവിടെ നിർത്തിയാലല്ലേ അവൾക്ക് അറിയാൻ പറ്റുള്ളൂ. അവളവിടെ നിർത്തിയാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവൾ നിർത്തരുത്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്നുള്ള കാര്യമൊക്കെ പറയണം. മനസ്സിലായോ? ഞാൻ ഉമ്മാനോട് എന്നെ വിളിക്കാൻ പറയാം. പിന്നെ അവൾക്കൂടെ നിൽക്കാൻ പറ്റില്ല, അവളുടെ റൂമിൽ നിറച്ച് സാധനങ്ങൾ വെച്ചേക്കാണ്. അതുകൊണ്ട് അവൾക്കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യട്ടെ. നമ്മളിവിടെ നിൽക്കുന്നത് കണ്ട അവൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങോട്ട് പോവാട്ടോ. ശരി. ഇക്ക അവിടെ ഉണ്ടോന്നോ? അവന് പറയാണ്ട് വന്നതുകൊണ്ട് എവിടെയും പോയിണ്ടോന്നോ? ആവോ, ഇവിടെ ഉണ്ടല്ലേ ഇക്കാകാ. ആ നീയോ? നീ ഒന്ന് പെട്ടെന്ന് പറയാണ്ട് വന്ന്. ഒന്നുമില്ല, വെറുതെ വന്നതാ. ആ നീ കേറിയിരിക്കേ, എനിക്കൊരു കോൾ ചെയ്യാണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് വരാട്ടോ. ആ ശരി. ഇത്താത്ത എന്താ നല്ല തിരക്കിലാ തോന്നുന്നു. ആ ജെസ്സിയെ, നീയോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നീ എപ്പോഴെത്തി? ആ സുഖാണ്. ഞാനിപ്പോ വരുന്ന വഴിയാണ്. അന്ന് നീ അവിടെ ചെന്നിരിക്കി. അല്ല, നീ രാവിലെ കഴിച്ചിട്ടാണോ വന്നത്? ഇവിടെ ഉപ്മാവ് ഉണ്ടാക്കിയതേ, അത് കഴിഞ്ഞു. നീ വേണമെങ്കിൽ ഉണ്ടാക്കി തരാട്ടോ. ഇല്ല വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ എന്തായാലും ഒന്ന് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ. ആ ചെല്ലു, നീ പോയി ഫ്രഷ് ആയിട്ട് വായോ. ഓ ഫ്രഷ് ആവുന്നു. വേഗം ചെല്ലു റൂമിക്ക്, കാണാ പോലെ. ഇതെന്താ താത്ത, റൂമിൽ ഫുള്ള് കച്ചറ സാധനങ്ങളാണല്ലോ. അത് ഈ വീട് കൊണ്ട സമയത്ത് കുറെ കച്ചറകൾ വന്നിരുന്നു. അപ്പൊ ഈ റൂം എന്തായാലും വെറുതെ കിടക്കല്ലേ, അപ്പൊ അതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടു. നീ പിന്നെ വരുന്നില്ലല്ലോ. ഇനിയിപ്പോ വന്നാൽ തന്നെ നീ നിൽക്കില്ല, അപ്പൊ തന്നെ പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ അത് ആവശ്യമില്ലല്ലോ കരുതിയിട്ട് അവിടെ എല്ലാം ഇട്ടു. ഉമ്മ വിളിക്കുന്നു. ഹലോ അമ്മ പറയ്. വരമ്മ.
ആ 2 ദിവസമോ 3 ദിവസം 4 ദിവസം എത്ര ദിവസം വേണേലും വന്നിക്കാ, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. ആ ശരി, ആ അന്ന് തന്നെ വരാം. ആ ശരി. ഉമ്മ വിളിച്ചതേ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ലല്ലോ, അപ്പൊ 2 ദിവസം വന്നു നിൽക്കാൻ പറയാനേ. അപ്പൊ നീ ഇരിക്കട്ടോ, ഞാൻ എന്തായാലും പോവാൻ റെഡി ആവട്ടെ. അല്ല അപ്പൊ നീ ഉച്ചക്ക് പിന്നെ പോകുമല്ലോ അല്ലേ? ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ലല്ലോ അല്ലെ? കണ്ടു വെച്ചപ്പോ ഒക്കെ പറഞ്ഞേ നമുക്ക് പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാന്നേ. ഇപ്പൊ 2 ദിവസം എന്തായാലും അവിടെ പോയി നിക്കല്ലേ, അപ്പൊ നീ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ വേസ്റ്റ് ആവില്ലേ? നീ ഉച്ചക്ക് പിന്നെ പോകുമല്ലോ അല്ലേ? അല്ലെങ്കിൽ വേണ്ട, നീ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ കേട്ടാ. എനിക്ക് ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ? നീ എടുത്ത് കുടിച്ചോ, അവിടെ ഇരിക്കണുണ്ടല്ലോ, നിന്റെ കയ്യിൽ എണ്ണയാണേ. നീ എന്താ ഏതോ ഒരു വീട്ടിലേക്ക് വന്ന പോലെ, നിന്റെ സ്വന്തം വീടല്ലേ? നീ ചെല്ലേ, നീ എടുത്ത് കുടിച്ചോ, പോയിക്കോ. ആ ഞാൻ കുടിച്ചോളാം. ഓ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനും പോലും വയ്യ മഹാറാണിക്ക്. അത് ഞാൻ എടുത്ത് കൊടുക്കണം. അത്ര കാണിച്ചു കൊടുത്താലും ഏത് ശീലമുള്ളൂ. ആ മോള് വന്നോ? ഉമ്മാക്ക് സന്തോഷായി. അപ്പൊ പറഞ്ഞിട്ട് വരണ്ടേ മോളെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ചിക്കൻ വാങ്ങിച്ചു വെക്കില്ലേ? ഇനിയിപ്പോ സാരില്ല, മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് നമുക്ക് കറി വെച്ചിട്ട് പൊരിക്കും ചെയ്യാട്ടോ. എന്തായാലും നീ വന്നതല്ലേ, ഇരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ. ഉമ്മ ഇപ്പൊ വരാം. കാക്കാ ഞാൻ പോവാണ്. ആ നീ പോവാണോ? അപ്പൊ 2 ദിവസം നിക്കണില്ലേ നീ? എങ്ങനെ നിക്കാലേ ഒറ്റയ്ക്ക്? ഞാൻ അവളും കൂടി പോവാണേ, നീ പറയാണ്ട് വന്നിട്ടല്ലേ. അവള് നിന്നോട് പറഞ്ഞില്ലേ അത്? ആ പറഞ്ഞു. ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി തരാറുന്നു, പക്ഷെ സമയമില്ലേ. നീ പോവില്ലേ ഒറ്റയ്ക്ക്? വേണ്ട, ഞാൻ പോയിക്കോളാം. ആ നീ വന്നോ? നീയല്ലേ 2 ദിവസം നിക്കണം പറഞ്ഞിട്ട് പോയത്? എന്താ പോയ പോലെ തിരിച്ചു വന്ന്? എന്താ പറ്റി? ഏയ് ഒന്നുമില്ല, ആങ്ങളി നാത്തൂന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞേ, അപ്പൊ ഞാനും ഇങ്ങോട്ട് പോന്നു. ഇതൊക്കെ നീ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ നിന്നെ നൈസായിട്ട് ഒഴിവാക്കിയതായിരിക്കും. നീ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ അവർക്ക് കിട്ടാനുള്ള കൂടി നീ മേടിച്ചെടുക്കുന്നുള്ള ഒരു പേടി ഉണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്നോട് പോണ്ടാ പറഞ്ഞത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല നിന്നെ അവിടെ വിടാൻ. പിന്നെ ഞാൻ പോണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടത്. പിന്നെ നിന്റെ ആങ്ങളുടെയും നാത്തൂൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലാവും ചെയ്യുമല്ലോ. അപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങള്? എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവരെന്താ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ തന്നെ അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. പിന്നെ നീ ഉമ്മ ഉള്ളപ്പോൾ പോണ പോലല്ലോ അൻസോ, ഉമ്മ ഇല്ലാത്തപ്പോൾ പോകുമ്പോൾ. മനസ്സിലാക്കുന്നേ, ഉമ്മയും വാപ്പയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പെൺമക്കൾക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് സന്തോഷത്തോടു കൂടിയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ കാലം കഴിഞ്ഞ് പിന്നൊക്കെ കണക്കാ. ഞാൻ നിന്നോട് അങ്ങോട്ട് പോണ്ടാന്നൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും, അപ്പൊ പോവുക വരിക. പിന്നെ നിനക്ക് അവരോടുള്ള സ്നേഹം പോലെ അവർക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവണമെന്നില്ലല്ലോ. അത് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അവർ വിളിക്കും, അപ്പൊ നമുക്ക് പോവുക വരിക. ഇനിയൊക്കെ അങ്ങനെയൊക്കെ പാടുള്ളൂ.